ഹായ്, വെൽക്കം ടു എജോബിൾസ് ലേണിംഗ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കേട്ടറ്റ് എക്സാം വരികയാണ്. നമ്മൾ അവസാന സമയത്താണ് നമ്മൾ പഠനം കുറച്ചുകൂടി ഊർജിതമായി ചെയ്യാറുള്ളത്. മാത്രമല്ല, എക്സാമിൽ നമുക്ക് ഒരു പ്രയാസമായിട്ട് തോന്നുന്ന ഭാഗം അത് സൈക്കോളജിയാണ്. ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി സബ്ജക്റ്റിൽ നമ്മൾ പുലികളാണെങ്കിലും സൈക്കോളജി ചിലപ്പോൾ നമ്മൾ ഒരുപാട് കാലം നോക്കാത്തതായിരിക്കും. ചിലപ്പോൾ നോക്കിയാൽ തന്നെ നമ്മൾ കണ്ടൻ്റൊക്കെ വായിച്ചിട്ടുണ്ടാവും, പക്ഷേ എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ചിലപ്പോൾ MCQയിൽ ഇപ്പോൾ 4 ഓപ്ഷൻസ് തന്നാൽ അതിൽ ഏറ്റവും ബെസ്റ്റ് ആൻസർ ഏതാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമ്മൾ എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മാക്സിമം PYQ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എത്രത്തോളം PYQ ചെയ്യുന്നോ അത്രത്തോളം എക്സാമിൽ മാർക്ക് വാങ്ങാം. ഒരു 30 ക്വസ്റ്റ്യൻസ് സൈക്കോളജിയുടെ ഭാഗത്തുനിന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൽ പരമാവധി ഒരു 25-ന് മുകളിൽ മാർക്ക് ലഭിച്ചാൽ തീർച്ചയായും നമുക്ക് കേട്ടറ്റ് എക്സാമിന് നല്ലൊരു റിസൾട്ടോടെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ പാസ്സാവാം. ഇപ്പോൾ ഒരുപാട് ടീച്ചേഴ്സ് ഒരുപാട് വർഷം എഴുതിയിട്ടും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കേട്ടറ്റ് എക്സാം വിജയിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊരു പരിഹാരം നമ്മൾ ഏറ്റവും കൂടുതൽ PYQ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, PYQസിൻ്റെ ഒരു സെഷൻസ് ആണ്. തീർച്ചയായും ചോദ്യം: താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. ക്രിയാ ഗവേഷണം സ്റ്റീഫൻ M. കോറി. നമുക്കറിയാം, ആക്ഷൻ റിസർച്ച് സ്റ്റീഫൻ M. കോറിയുടേതാണ്. പ്രക്ഷേപണ രീതി അല്ലേ, പ്രൊജക്റ്റീവ് ടെക്നിക്കുകൾ പഠിച്ചിട്ടുണ്ട്. തീമാറ്റിക് അപ്പർ സെക്ഷൻ ടെസ്റ്റ്, അതെ ടെക്നിക്ക് ശരിയാണ്. ടാറ്റ് എന്ന് പറയുന്ന തീമാറ്റിക് അപ്പർ സെക്ഷൻ ടെസ്റ്റ് ശരിയാണ്, ഇതിൻ്റെ ഭാഗം തന്നെയാണ്. അതുപോലെ മറ്റൊന്നാണ് കാറ്റ് അല്ലേ, ചിൽഡ്രൻസ് അപ്പർ സെക്ഷൻ ടെസ്റ്റ്. അടുത്ത ഓപ്ഷൻ C, ക്ലിനിക്കൽ മെത്തേഡ് ജെൽ മൊറീനോ. ക്ലിനിക്കൽ മെത്തേഡ് ജെൽ മൊറീനോയുടേതാണോ? അല്ല, ക്ലിനിക്കൽ മെത്തേഡ് ജെൽ മൊറീനോയുടെ അല്ല. അപ്പോൾ നമുക്ക് തീർച്ചയായും ഉത്തരമായിട്ട് ഏത് തിരഞ്ഞെടുക്കാം? ക്ലിനിക്കൽ മെത്തേഡ് ഓപ്ഷൻ C തിരഞ്ഞെടുക്കാം. ഇനി നാലാമത്തെ നോക്കൂ, സാമൂഹ്യ ബന്ധ പരിശോധന. നമുക്കറിയാം, സോഷ്യോമെട്രിക് ടെക്നിക്ക് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ക്ലിക്കുകൾ. തീർച്ചയായും ബാക്കി 3 ശരിയാണ്. ഓപ്ഷൻ C ആണ് ശരിയല്ലാത്ത ജോഡി. ആരാണ് ക്ലിനിക്കൽ മെത്തേഡിൻ്റെ ഉപജ്ഞാതാവ്? ലെറ്റ്നർ വിറ്റ്മർ. എന്താണ് ക്ലിനിക്കൽ മെത്തേഡ്? മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്ന വ്യക്തികളുടെ വ്യവഹാര സംബന്ധമായ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും പരിഹരിക്കുന്നതിനും ഉപയോഗിക്കുന്ന പഠന രീതിയാണ്. ഈ മെത്തേഡ് പിന്നീട് പ്രസിദ്ധരായ സൈക്കോളജിസ്റ്റുകളായിട്ടുള്ള ഫ്രോയിഡ്, ആഡ്ലർ, കാൾ യുങ് ഇവരൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഓപ്ഷൻ C ആണ് ഇവിടെ ആൻസർ കേട്ടോ. അടുത്ത ചോദ്യം: താഴെ കൊടുത്തവയിൽ 70 മുതൽ 85 വരെയുള്ള ബുദ്ധിമാനം കാണിക്കുന്ന ഒരു കുട്ടി ഏത് വിഭാഗത്തിൽ പെടുന്നു? അതായത് ഇതിനിടയിൽ ബുദ്ധിമാനം കാണിക്കുന്ന കുട്ടി. അപ്പോൾ IQ ആണ് ഇവിടെ ചോദിക്കുന്നത്. മൂഢബുദ്ധി, മന്ദബുദ്ധി, ക്ഷീണബുദ്ധി, ശരാശരി. അപ്പോൾ ഇത് സാധാരണ നിലയിൽ IQ അളക്കുന്നത് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം, ബുദ്ധി നിലവാരം പൊതുവെ 130-ൽ കൂടുതലുള്ളവരൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഗിഫ്റ്റഡ് എന്ന് പറയും. ഗിഫ്റ്റഡ്, പ്രതിഭാശാലി. 115 മുതൽ 130 വരെയുള്ള കുട്ടികളാണ് സുപ്പീരിയർ എന്ന് പറയുന്നത്. 85-നും 115-നും ഇടയിലുള്ളവരാണ് ശരാശരി. നമ്മൾ ഇതൊന്ന് ഓർത്ത് വെക്കുക. ശരാശരി എത്രയാണ്? 85 മുതൽ 115 വരെ. അതായത് 100 IQ 100 ഉള്ള ഒരു വ്യക്തി ശരാശരിയിൽപ്പെട്ട ആളാണ്. എന്നാൽ 85 താഴെ, അതായത് 70 മുതൽ 85 വരെയുള്ള ആളെ നമുക്ക് എന്ത് പറയാം? മന്ദബുദ്ധി. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ഏതാണ്? 70 മുതൽ 85 വരെ അല്ലേ? അപ്പോൾ ഉത്തരം മന്ദബുദ്ധി അല്ലേ, ഡൾ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ 50 മുതൽ 70 വരെ മൂഢബുദ്ധി, 30 മുതൽ 50 വരെയുള്ളത് അതായത് അതിന് 30-ൽ താഴെയുള്ളവർക്ക് ജഡബുദ്ധി, ഇഡിയറ്റ് എന്ന് നമുക്ക് പറയാം. അടുത്ത ചോദ്യം: സങ്കലിത വിദ്യാഭ്യാസം അതായത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കുട്ടിയുടെ കഴിവുകൾ, പരിമിതികൾ എന്നിവ പരിഗണിച്ച് റിസോഴ്സ് ടീച്ചറിൻ്റെ സഹായത്തോടെ ക്ലാസ് ടീച്ചർ പഠിപ്പിക്കുന്നു. പ്രത്യേക സ്കൂളിൽ വിദ്യാഭ്യാസം നൽകുന്നു. അയൽപ്പക്ക സ്കൂളിൽ യാതൊരു വേർതിരിവുമില്ലാതെ പഠിപ്പിക്കുന്നു. റിസോഴ്സ് ടീച്ചറിൻ്റെ സഹായത്തോടെ പ്രത്യേക ക്ലാസ് മുറിയിൽ ഇരുത്തി പഠിപ്പിക്കുന്നു. നമുക്കറിയാം, പ്രത്യേകമായൊരു ക്ലാസ് മുറിയിൽ ഇരുത്തി പഠിപ്പിക്കുക എന്നുള്ള സിസ്റ്റമൊന്നും ഇപ്പോൾ ഇല്ല, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഭാഗമല്ല. തീർച്ചയായും ഈ ഓപ്ഷൻ ശരിയല്ല. അത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ 4 ഈ ഓപ്ഷൻ ഒഴിവാക്കല്ലോ, ഈ ഓപ്ഷൻ ഒഴിവാക്കാം. ഇനി ശ്രദ്ധിക്കുക, കുട്ടിയുടെ കഴിവുകൾ, പരിമിതികളൊക്കെ പരിഗണിച്ച് റിസോഴ്സ് ടീച്ചറിൻ്റെ സഹായത്തോടെ. അപ്പോൾ റിസോഴ്സ് ടീച്ചർ തീർച്ചയായും വേണം, പക്ഷേ എവിടെയാണ് പഠിപ്പിക്കുക? ക്ലാസ്സിൽ വെച്ച് തന്നെയാണ് പഠിപ്പിക്കുക. അപ്പോൾ തീർച്ചയായും ആ ഒരു ആൻസർ ശരിയാണ്. ഇത് ശരിയാണ് അല്ലേ? ഓപ്ഷൻ 1 ശരിയാണ്. ഓപ്ഷൻ 1 അല്ല, നമ്പർ 1. അതുപോലെ പ്രത്യേക സ്കൂളിൽ വിദ്യാഭ്യാസം നൽകുന്നു. നമ്മളിപ്പോൾ ഇൻക്ലൂസീവിൻ്റെ ഭാഗം തീർച്ചയായും ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ അത് പ്രത്യേക സ്കൂളിൽ പഠിപ്പിക്കലല്ല അല്ലേ, പൊതുവിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ പഠിപ്പിക്കലാണ്.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അയൽപ്പക്ക സ്കൂളിൽ യാതൊരു വേർതിരിവുമില്ലാതെ പഠിപ്പിക്കുന്നു, ശരിയല്ലേ? നമ്മളെ നെയ്ബർഹുഡ് സ്കൂളിൽ എന്ത് ചെയ്യുന്നു? പഠിപ്പിക്കുന്നു. തീർച്ചയായും ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 3ഉം ശരിയാണ്. അപ്പോൾ അത് രണ്ടുമുള്ള ഓപ്ഷൻ ഏതാ ഇതിൽ? അല്ലേ, ഓപ്ഷൻ സി 1 and 3 ഈസ് കറക്റ്റ്. ഓക്കെ, അടുത്ത ചോദ്യം. നിശ്ചിത വിവരങ്ങൾ ഉപയോഗിച്ച് കൃത്യമായ ക്രിയാമാർഗത്തിലൂടെ ഉത്തരം കണ്ടെത്തുന്ന രീതിയാണ്. അപ്പോൾ ഒരുപാട് മെത്തേഡുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഓപ്ഷൻ തന്നിട്ടുള്ളത് ഹ്യൂറിസ്റ്റിക് മെത്തേഡ്, അൽഗോരിതം, അന്തർദൃഷ്ടി പഠനം, അതായത് ഇൻസൈറ്റ്ഫുൾ ലേണിംഗ്, ശ്രമപരാജയ രീതി. ഏതാണ് ഉത്തരം? അൽഗോരിതം. അൽഗോരിതമാണ് കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഉപജ്ഞാതാക്കളൊന്ന് പഠിച്ചാലോ. ഹ്യൂറിസ്റ്റിക് പഠനം അത് ആരുടേതാണ്? ഹെൻറി എഡ്വേർഡ് ആംസ്ട്രോങ്ങിൻ്റെതാണ്. അതുപോലെ ട്രയൽ ആൻഡ് എറർ നമ്മളിവിടെ പഠിച്ചിട്ടില്ലേ, ശ്രമപരാജയ രീതി, ട്രയൽ ആൻഡ് തോണ്ടൈക്കിൻ്റെതാണ്. ഈ ട്രയൽ ആൻഡ് എററിന് മറ്റു ചില പേരുകളുണ്ട് കേട്ടോ. ബന്ധസിദ്ധാന്തം, ബന്ധസിദ്ധാന്തം, നമ്മളെ ബോണ്ട് തിയറി എന്ന് പറയും, ബോണ്ട് തിയറി. ഇത് ട്രയൽ ആൻഡ് എററിൻ്റെ മറ്റൊരു പേരാണ്. അടുത്തത് അന്തർദൃഷ്ടി പഠനം. കൊഹ്ലറാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് ഇത് മറ്റൊരു മെത്തേഡാണ്. ഇതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓപ്ഷനിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം. ഡാനിയൽ ഗോൾമാൻ മുന്നോട്ട് വെച്ച വൈകാരിക ബുദ്ധി അതായത് ഇമോഷണൽ ഇൻ്റലിജൻസ്, അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ പെടാത്തത് ഏത്? അപ്പോൾ ഇമോഷണൽ EQ അല്ലേ, ഒരു ജീവിത വിജയത്തിന് IQവിനേക്കാൾ കൂടുതൽ EQ ആണ് വേണ്ടത് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായും ശരിയായിരിക്കും. അപ്പോൾ ഇതിൽ ഓപ്ഷൻ തന്നിട്ടുള്ളത് സ്വാവബോധം പെടാത്തതാണ് കേട്ടോ ചോദിച്ചത്. തീർച്ചയായും അതുണ്ട് അല്ലേ. അനുതാപം, എംപതി ശരിയാണ്. ആത്മബോധം, സെൽഫ് എസ്റ്റീം അതതിൽ പറയുന്നില്ല അല്ലേ. അഭിപ്രായ, സെൽഫ് മോട്ടിവേഷൻ തീർച്ചയായും ബാക്കി 3 Aയും Bയും Dയും ഉൾപ്പെട്ടതാണ്. അപ്പോൾ ഉത്തരം ആത്മബോധം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്. സ്വാവബോധം, സെൽഫ് അവെയർനെസ്, ആത്മനിയന്ത്രണം അല്ലേ, സെൽഫ് റെഗുലേഷൻ, അഭിപ്രേരണ, മോട്ടിവേഷൻ. ഈ ഓപ്ഷനിൽ ഇല്ലാത്ത മറ്റൊന്നാണ് മോട്ടിവേഷൻ അല്ലേ. അതുപോലെ എംപതി സെൽഫ് മോട്ടിവേഷൻ വന്നിട്ടുണ്ട്, സോറി. വൈകാരിക എംപതി, ഇതിന് നമ്മൾ പറഞ്ഞ മറ്റൊരു പേരാണ് അനുതാപം. ഓക്കെ, നമ്മൾ പറയാത്തത് ഏതായിരുന്നു? സാമൂഹ്യ നൈപുണികൾ, സോഷ്യൽ സ്കില്ല്. ഇതും നമ്മുടെ EQവിൻ്റെ ഭാഗം തന്നെയാണ്. ഓക്കെ, ഇതൊന്ന് പഠിച്ചു വെക്കട്ടോ. അടുത്തത്, രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി നീതു ചെറിയ കുട്ടിയെപ്പോലെ പെരുമാറുന്നു. ഈ പ്രവൃത്തി താഴെ കൊടുത്ത ഏത് സമായോജന ക്രിയാതന്ത്രമാണ്? അപ്പോൾ നമുക്ക് ഈ അനാലിസിസിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ഹോട്ട് ടോപ്പിക്കിൽപ്പെട്ട ഒന്നാണ് എന്ത് അല്ലേ, ഡിഫൻസ് മെക്കാനിസം, സമായോജന തന്ത്രങ്ങൾ. ഇതൊരു ഹോട്ട് ടോപ്പിക്കാണ്. അപ്പോൾ ഏത് ക്വസ്റ്റ്യനിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സമായോജന തന്ത്രം കാണാം. നമുക്കിതിൻ്റെ ഒരു പ്രത്യേക വീഡിയോ തന്നെ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നോക്കൂ, രക്ഷിതാക്കൾ കാണാൻ വേണ്ടി നീതു അല്ലേ, വലിയ കുട്ടി തന്നെയാണ്, പക്ഷെ ചെറിയ കുട്ടിയെ പോലെ വീണ്ടും പെരുമാറുന്നു. അങ്ങനെ പെരുമാറുമ്പോൾ എന്ത് ചെയ്യും? അവർ ശ്രദ്ധിക്കും കൂടുതൽ. ചെറിയ കുട്ടികളല്ല നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പോൾ ആ കെയർ തനിക്കും കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ, അതിനുവേണ്ടി പല രീതിയിൽ ബിഹേവ് ചെയ്യുന്നു. അപ്പോൾ ഓപ്ഷൻ നോക്കൂ. താദാത്മീകരണം, ഐഡൻറ്റിഫിക്കേഷൻ ആണോ? പ്രക്ഷേപണം, പ്രൊജക്ഷൻ ആണോ? അനുരൂപീകരണം, കോമ്പൻസേഷൻ ആണോ? പശ്ചാത്ഗമനം, റിഗ്രഷൻ ആണോ? ഏതാണ് ഉത്തരം? പശ്ചാത്ഗമനം. ഏതായിരിക്കും? പശ്ചാത്ഗമനം, റിഗ്രഷൻ. നമുക്ക് മറ്റുള്ളതൊന്ന് നോക്കിയാലോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഐഡൻറ്റിഫിക്കേഷൻ, താദാത്മീകരണം എന്ന് പറയും. ഇത് കുട്ടികൾ മാതാപിതാക്കളുടെയോ സിനിമാ താരങ്ങളുടെയോ കായിക താരങ്ങളുടെയോ താദാത്മ്യം പ്രാപിച്ച് അംഗീകാരത്തിലുള്ള ആഗ്രഹം സാധിക്കുന്നു. കുട്ടികൾ പല രീതിയിൽ, ഇപ്പോൾ ചിലപ്പോൾ സിനിമാ താരങ്ങളുടെ അല്ലെങ്കിൽ കായിക താരങ്ങളൊക്കെ അനുകരിക്കും. എന്നിട്ട് അതുപോലെ ചെയ്യുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? ശ്രദ്ധിക്കും. ആ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടി കുട്ടികൾ ചെയ്യാറുണ്ട്. അതാണ് ഐഡൻറ്റിഫിക്കേഷൻ. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാലോ, ഇപ്പോൾ ഉദാഹരണത്തിന് പരീക്ഷയിൽ തോറ്റ കുട്ടി പറയാം, അധ്യാപകൻ മോശമായി പഠിപ്പിച്ച്, ടീച്ചർ പഠിപ്പിച്ച തീരെ മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ തോൽക്കാനുള്ള കാരണം. അതുപോലെ തെറ്റായി വാഹനം ഓടിച്ച് അവിടെ ഉണ്ടാകുമ്പോൾ എന്ത് പറയുന്നു? നായ റോഡിന് കുറുകെ ചാടിയത് കൊണ്ടാണ്, അല്ലാതെ എൻ്റെ ഡ്രൈവിങ്ങിൻ്റെ മോശം കൊണ്ടല്ല. അതുപോലെ പരീക്ഷയിൽ പരാജയപ്പെട്ടാൽ കുട്ടി പറയുന്നത് ഞാൻ മാത്രമല്ല മറ്റു പല കുട്ടികളും തോറ്റിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറയാം. മറ്റൊന്നാണ് കോമ്പൻസേഷൻ അല്ലേ, അനുരൂപീകരണം. പഠനത്തിൽ പരാജയപ്പെടുന്നൊരു കുട്ടി എന്ത് ചെയ്യുന്നു? മറ്റുള്ള ഒരു മേഖലയിൽ അവൻ്റെ കഴിവ് തെളിയിക്കുന്നു. കായിക രംഗത്തെ മികവിലൂടെ ആത്മാഭിമാനം വീണ്ടെടുക്കാൻ ശ്രമിക്കും. അപ്പോൾ പഠനത്തിൽ മോശമാണെങ്കിലും എനിക്ക് കളിയിൽ ഉഷാറാണല്ലോ,
അതുപോലെ SLC തോറ്റ വിദ്യാർത്ഥി എന്ത് ചെയ്യുന്നു, അവൻ സ്കൂൾ ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനാണെന്ന് അതുപോലെ ഒരുപാട് ഗോൾ നേടിയിട്ട് അവനിങ്ങനെ വിചാരിക്കുന്നു, അവൻ മറ്റുള്ളവരോട് പറയുന്നു. ഇതൊക്കെ ഒരു കോമ്പൻസേഷനാണ്. അടുത്ത ചോദ്യം, ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള അനഭിലഷണീയമായ ചിന്തയിൽ നിന്നും ഉണ്ടാകുന്ന വികാരം: ഉത്കണ്ഠ, ഭയം, ആകുലത, സംഭ്രമം. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഓരോ അവസ്ഥകളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സൈക്കോളജിയിൽ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്നുണ്ട്, ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്. അപ്പോൾ പല രീതിയിലുള്ള പഠനങ്ങൾ സൈക്കോളജിയിൽ നടക്കുന്നു. അതിലുള്ള ഒരു മെത്തേഡാണെന്ത്, ഇൻട്രോസ്പെക്ഷൻ. അതിൽ പഠിക്കുന്നത് മനസ്സിൻ്റെ ഈ സ്വഭാവം അല്ലെങ്കിൽ മനസ്സിൻ്റെ ഈ പ്രത്യേകതകളാണ്, മനസ്സിനുണ്ടാവുന്ന അവസ്ഥകളല്ലേ, ഉത്കണ്ഠ, ഭയം, ആകുലത. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഏതായിരിക്കും? ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള അനഭിലഷണീയമായ, അനഭിലഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരിഷ്ടമില്ലാത്ത ചിന്തയിൽ നിന്നും ഉണ്ടാകുന്ന ഒരു വികാരമായിരിക്കും ഏത്? ഉത്കണ്ഠ, ആങ്സൈറ്റി ഇല്ലേ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കേവലമായ ആവർത്തനം ഒഴിവാക്കുകയും വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്ന് നേരത്തെ നേടിയ ആശയങ്ങളുടെ പുനരാവർത്തനത്തിലൂടെ ധാരണയിലെത്താൻ സഹായകവുമായ രീതി ഏതാണ്? അപ്പോൾ ഇതൊരു തീർച്ചയായും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇത് കൺസെപ്റ്റ് മനസ്സിലാക്കി ഉത്തരം എഴുതുക. കണ്ടെത്തൽ പഠനം, സംവാദാത്മക പഠനം, ചാക്രികാരോഹണ പഠനം, അനുഭവാത്മക പഠനം. ഉത്തരം ഏതാണ്? ചാക്രികാരോഹണ പഠനം. അപ്പോൾ പല രീതിയിലുള്ള ലേണിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഡിസ്കവറി ലേണിംഗ്, അതുപോലെ സ്പൈറൽ ലേണിംഗ്, ഇതൊക്കെ ബ്രൂണറുടേതാണ്. നമുക്ക് ബ്രൂണറുടെ പല കാര്യങ്ങളും പഠിക്കാനുണ്ട്. ബ്രൂണറുടെ മെത്തേഡുകളാണെന്ത്? ചാക്രികാരോഹണ പഠനം. അതായത് ഉദ്ദേശിക്കുന്നത് ഒരു സ്പൈറൽ രീതിയിലാണ് കുട്ടികളുടെ പഠനം നടക്കുന്നത്. ഈ രീതിയിൽ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ഉള്ളതിനേക്കാൾ എന്ത് ചെയ്യുന്നു, വീണ്ടും പഠിക്കുമ്പോൾ അതിലേക്ക് മറ്റുള്ള ആശയങ്ങളും കൂടി കൂട്ടിച്ചേർക്കുന്നു. അല്ലാതെ വെറും ആവർത്തനമായിരിക്കില്ല, നേരിലെ ഒരേപോലുള്ള ആവർത്തനമായിരിക്കില്ല എന്ന് ഉദ്ദേശിച്ചത്. എന്ത് ചെയ്യും, ആ കുട്ടിയുടെ പഠനത്തിന് മുമ്പ് പഠിച്ചതിനേക്കാൾ കുറച്ചുകൂടി ആശയങ്ങൾ കൂട്ടിച്ചേർത്ത് എന്നിട്ട് ആവർത്തിക്കുമ്പോൾ ആ പഠനത്തിന് പറയുന്ന പേരാണ് സ്പൈറൽ ലേണിംഗ്. വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് കേട്ടോ. അടുത്ത ചോദ്യം, ചാലക വികാസ തത്വ, അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെൻറ്റ്. നമ്മൾ വികാസ തത്വങ്ങളിൽ പഠിക്കുന്നതാണ് അല്ലേ, വികാസ തത്വങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ പെടാത്തത് സ്ഥൂല പേശികളിൽ നിന്ന് സൂക്ഷ്മ പേശിയിലേക്ക്, അതായത് ലാർജ് മസിൽസ് നിന്ന് സ്മോളർ മസിൽ. ശരിയാണ് അല്ലേ. അതായത് ആദ്യം ഒരു കുട്ടി ഒരു സാധനം എടുക്കുക എങ്ങനെയാണ്, കൈ മുഴുവനും ഉപയോഗിച്ചിട്ടായിരിക്കും. അതേ സമയത്ത് കുറച്ചും കൂടി ഡെവലപ്പായാൽ അവൻ എന്ത് ചെയ്യാം, വിരലുകൾ കൊണ്ട് എന്ത് വസ്തു എടുക്കാൻ പറ്റും. അപ്പോൾ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മ, അതായത് ലാർജ് മസിൽസ് നിന്ന് സ്മോളർ മസിലിലേക്കാണ്. ശിരോഭാഗത്ത് നിന്ന് പാദങ്ങളിലേക്ക്, ഇതിൻ്റെ ഇംഗ്ലീഷ് ഒന്ന് പഠിച്ചേക്കുക, സെഫാലോ കൗഡൽ. ഇതൊരു ശിരസിൽ നിന്ന് പാദങ്ങളിലേക്ക്. ചിലപ്പോൾ ഇത് ചോദ്യമായിട്ട് വരും, സെഫാലോ കൗഡൽ എന്താണ്? അതായത് ശിരസിൽ നിന്ന് പാദങ്ങളിലേക്ക് ഉള്ള വളർച്ച വികാസം അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതും ശരിയാണ്, ഇതിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ മൂന്നാം നോക്കൂ, ഏകപാർശ്വത്തിൽ നിന്ന് ദ്വിപാർശ്വത്തിലേക്ക്, യൂണിലാറ്ററൽ ടു ബൈലാറ്ററൽ. അത് ശരിയാണോ? വികാസ തത്വങ്ങൾ ഏകത്തിൽ നിന്ന് ദ്വിപാർശ്വത്തിലേക്കല്ലല്ലോ, അത് ശരിയല്ല. സ്ഥൂല ചലനങ്ങളിൽ നിന്നും സൂക്ഷ്മ ചലനങ്ങളിലേക്ക്, അതായത് മാസ് ടു സ്പെസിഫിക് ട്രെൻഡ് അല്ലേ, സ്ഥൂല ചലനത്തിൽ നിന്ന് സൂക്ഷ്മ ചലനത്തിലേക്ക്. തീർച്ചയായും ഉത്തരം ഏതായിരിക്കും? ഓപ്ഷൻ സി, ഏകപാർശ്വത്തിൽ നിന്ന് ദ്വിപാർശ്വത്തിലേക്ക്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തവയിൽ സ്വയം കേന്ദ്രീകൃത ചിന്ത, അതായത് ഈഗോസെൻട്രിക് തോട്ട് എന്ന ആശയവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏത്? അതായത് കുട്ടിക്ക് ഈഗോസെൻട്രിക് തോട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതെന്താണ് ആ കൺസെപ്റ്റ്? കുട്ടി തൻ്റെ കാഴ്ചപ്പാടിലൂടെ ലോകത്തെ കാണുന്നു, കുട്ടി ലോകത്തെ കാണുന്നു, മറ്റുള്ളവർ കാണുന്നത് പോലെ കുട്ടി ലോകത്തെ കാണുന്നു, മുതിർന്നവർ പറയുന്നതനുസരിച്ച് കുട്ടി ലോകത്തെ കാണുന്നു. ഏതായിരിക്കും ഈഗോസെൻട്രിക്? ഓപ്ഷൻ എ തന്നെയാണ്, കുട്ടി തൻ്റെ കാഴ്ചപ്പാടിലൂടെ ലോകത്തെ കാണുന്നു. ഓക്കെ, 10 ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തൊരു ചോദ്യം നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തായിരുന്നു. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു ചോദ്യമാണ്. അതായത് ആൻസർ കീ പ്രകാരം ഇതിൻ്റെ ഉത്തരം ഉപാഖ്യാന രേഖ എന്നുള്ളതായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ DLEDൻ്റെ പുസ്തകം പരിശോധിക്കുമ്പോൾ അതിൽ നമുക്ക് കാണാം, ഇവിടെ ഈ ക്വസ്റ്റ്യൻ നോക്കൂ. 10 വയസ്സുകാരനായ സഞ്ജുവിന് ക്രിക്കറ്റ് ഒരു ഹരമാണ്. അവൻ നല്ല ഒരു ബാറ്ററും സ്പിൻ ബോളറുമാണ്. ക്രിക്കറ്റിൻ്റെ ബാലപാഠങ്ങൾ അവൻ സ്വയം പഠിക്കുകയും മുതിർന്ന കളിക്കാരുമായി കളിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഇന്ന് അവൻ കേരള സ്റ്റേറ്റ് ജൂനിയർ ക്രിക്കറ്റ് ടീം കളിക്കാരനാണ്. ഇത് അവൻ്റെ സ്കൂളിനെ അഭിമാനിക്കാവുന്ന കാര്യമാണ്. സ്കൂളിലെ ഏത് രേഖയിലാണ് സഞ്ജുവിൻ്റെ പേര് രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നത്? ആൻസർ കീ പ്രകാരം നമുക്ക് ഉപാഖ്യാന അനക്ഡോട്ടൽ റെക്കോർഡാകുന്നു. ആൻസർ കീ പ്രകാരം ഇതെന്താണ്? അനക്ഡോട്ടൽ റെക്കോർഡാണ്.
പക്ഷേ നമ്മൾ ഇതിനെ DLEDൻ്റെ പുസ്തകം എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിലൊരു പ്രത്യേക സംഭവമാണോ അല്ല. പിന്നെ ഒരുപാട് സമയത്തെ കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്ന അല്ലേ. അവന് ആദ്യത്തെ 10 വയസ്സുകാരനായ ഇത് മുതൽ അവൻ്റെ ഓരോ കാര്യങ്ങൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതിൽപ്പെടും? ക്യുമുലേറ്റീവ് റെക്കോർഡ് അതിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഒരു കുട്ടിയെ വ്യക്തമായി അറിയാനും പഠിക്കാനും ആരംഭം മുതലുള്ള തുടർച്ചയായ സൂക്ഷ്മമായ വിവരങ്ങൾ അനിവാര്യമാണ്. ഇത്തരം വിവരങ്ങൾ ശേഖരിച്ച് രേഖപ്പെടുത്തിയ സമഗ്രമായ ചിത്രം പ്രദാനം ചെയ്യുന്ന റെക്കോർഡായി സഞ്ചിത രേഖയെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കൂ, ഈ കുട്ടിയുടെ സമഗ്രമായ ഒരു റെക്കോർഡല്ലേ ഇവിടെ ഉള്ളത്. ഇപ്പോൾ കാര്യശേഷി, മാനസിക പക്വത, പഠന നേട്ടം, സാമൂഹിക ബോധം, മൂല്യബോധം, വൈകാരിക വികാസം, ആരോഗ്യം, അനാരോഗ്യം, പാഠ്യേതര താല്പര്യങ്ങൾ, പശ്ചാത്തലം, മെച്ചപ്പെടൽ സാധ്യതകൾ തുടങ്ങിയ ഒട്ടേറെ വിവരങ്ങൾ ഇതിൽ ഉൾപ്പെടും. ഇത് നമുക്ക് ക്യുമുലേറ്റീവ് റെക്കോർഡിൽ ഉൾപ്പെടുത്താം. പക്ഷേ ആൻസർ കീയിൽ വന്നതായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്. ഇനി എന്താണ് അനക്ഡോട്ടൽ റെക്കോർഡും കൂടി നോക്കിയാൽ, കുട്ടികളിൽ ഉണ്ടാകുന്ന അവിചാരിതമായ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നതിന് ഉപാഖ്യാന റെക്കോർഡുകൾ ഉപകരിക്കുന്നു. ആകസ്മികമായ പ്രതികരണങ്ങൾ അപ്പോൾ രേഖപ്പെടുത്തി വെക്കുന്നതിന് വ്യക്തിയുടെ സവിശേഷതകളിലേക്ക് വെളിച്ചം വീശുന്നു. പേര്, സംഭവ വിവരണം, സംഭവ വ്യാഖ്യാനം തുടങ്ങിയവ രേഖപ്പെടുത്താനുള്ള കോളങ്ങൾ ഈ റെക്കോർഡിൽ ഉണ്ടാവും. ഇതിൽ പ്രത്യേക അവിചാരിതമായ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുകൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കൊക്കെ പരീക്ഷയിലൊക്കെ ഉപകാരപ്പെടട്ടെ. താങ്ക് യു.